പ്രസാദ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയൊരു വാർത്ത, വലിയൊരു അറസ്റ്റ് കേസിൽ സംഭവിക്കുമ്പോൾ നമുക്കറിയാം, നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ MLA ആണ്. പത്മകുമാറിന്റെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ പടിപടിയായുള്ള രാഷ്ട്രീയ വളർച്ചയുടെ തുടർച്ചയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു പദവിയിലേക്ക് പത്മകുമാർ എത്തുന്നത്. നോക്കൂ, പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി സംഭവിക്കുമ്പോൾ സർക്കാർ, പാർട്ടി പ്രതിരോധത്തിലായി നിൽക്കുന്നു. പക്ഷേ പത്മകുമാറും കടന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിയാൽ ഇതല്ല സ്ഥിതി. പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവില്ലേ പ്രസാദ്? ഇനി അത് സംഭവിക്കുമോ എന്നുള്ളതും ചോദ്യമല്ലേ? ഏറെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നു പോകുന്നത്. റോഷ്നി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM-ന് മറുപടി പറയേണ്ട നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉദ്യോഗസ്ഥരിലും മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണമാണ് ഇപ്പോൾ ദേവസ്വം ഭരണസമിതിയുടെ പ്രസിഡന്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നതാണ്. 2017 നവംബർ 15 മുതൽ 2019 നവംബർ 15 വരെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന, സർവശക്തനായിരുന്ന, നിലവിൽ തന്നെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ, പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്ത ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറെ നിർണായകമാകുന്നു റോഷ്നി. കാരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഭരണസമിതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഒരു ദേവസ്വം ഭരണസമിതി, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവരാണ്, സർക്കാർ നിയോഗിച്ചവരാണ്, സർക്കാർ തെരഞ്ഞെടുത്തവരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരാണ് ഏറ്റവും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നൊന്നായി പുറത്തേക്ക് വന്നതെങ്കിൽ ഇന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുമ്പോൾ ഉറപ്പായും ഇത് ഈ മോഷണ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് എന്നുള്ളതാണ്. പത്മകുമാർ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്, താൻ ഒരു തെറ്റും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പത്മകുമാർ തുടക്കം മുതൽ തന്നെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത്. പല തവണയായി ഫോൺ വിളിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും തനിക്ക് നോട്ടീസ് പോലും തന്നില്ല എന്ന് പലപ്പോഴും പത്മകുമാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കളവാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് വരുന്നു. ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തട്ടിപ്പ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അതല്ലെങ്കിൽ ഭരണസമിതി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നീങ്ങിയിരിക്കുന്നു. വമ്പൻ സ്രാവുകൾ പിടിയിലാകാനുണ്ട്, വമ്പൻ സ്രാവുകൾ പുറത്തുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഈ അന്വേഷണം നീളുമോ എന്നുള്ളതാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഉറപ്പായും. കാരണം അന്നത്തെ ദേവസ്വം വകുപ്പിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുന്നു എന്നുള്ളതാണ്. ശബരിമലയിൽ പല വഴിപാടുകളിലും പല കാര്യങ്ങളിലും നേരത്തെ ചെറിയ ചെറിയ അഴിമതികൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ സാക്ഷാൽ പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നതാണ്.